അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്. അതിലെ ഒന്നാമത്തെ പാഠവും അതിന്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫിഖുൽ ഇസ്ലാം ഈ രണ്ട് സബ്ജക്റ്റുകളുടെയും ഫസ്റ്റ് പാർട്ടിന്റെ തദ്രീബാത്ത് വർക്കുകൾ നിങ്ങൾക്ക് മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഈ പാഠം ഒന്ന് നോക്കാം. അദ്ദറസുൽ അവ്വൽ, ഒന്നാമത്തെ പാഠം. ലാ ഖൗഫുൻ അലൈഹിം. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. മറിയം ബീവി റളിയല്ലാഹു അൻഹായുടെ റൂമിൽ പലതരം പഴങ്ങൾ, തണുപ്പ് കാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂടുകാലത്തും ചൂടുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പുകാലത്തും അവിടെ സുലഭമാണ്. അത് കണ്ട സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, എവിടുന്നാണ് ഈ പഴങ്ങളെല്ലാം ലഭിക്കുന്നത്? അല്ലാഹു തആലയിൽ നിന്നാണ്. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകും. മഹദി പറഞ്ഞു, കുട്ടികൾ എല്ലാവരും വലിയുപ്പയുടെ ചുറ്റുമിരിക്കുകയാണ്. നമുക്കും അങ്ങനെ പഴങ്ങൾ ലഭിക്കുമോ? നാജിയ ചോദിച്ചു. വലിയുപ്പ, അത് മറിയം ബീവിയുടെ കറാമത്താണ്. എന്താണ് കറാമത്ത്? മാലിക് ചോദിച്ചു. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. ആരാണ് ഔലിയാക്കൾ? ഉഖ്ബ ചോദിച്ചു. യഥാർത്ഥ വിശ്വാസികളും അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ഭൗതിക വിരക്തിയുമുള്ളവരുമാണ് അവർ. അല്ലാഹു തആലയുടെ ഇഷ്ടദാസന്മാർ. അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ ഔലിയാക്കൾ വിശ്വാസവും ഭക്തിയുമുള്ള അടിമകളാണ്. അറിയുക, നിശ്ചയം അവർ ഭയക്കുകയോ ദുഃഖിക്കുകയോ ഇല്ല. അല്ലാഹു തആലയെ ഭയപ്പെട്ട് ജീവിച്ചാൽ അല്ലാഹു തആല നമ്മെ ഇഷ്ടപ്പെടും. മാജിക് കറാമത്താണോ? ആത്തിക ചോദിച്ചു. അല്ല, കറാമത്ത് അഭൗതികമാണ്. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നാൽ മാജിക് അങ്ങനെയല്ല, അതൊരു കലയാണ്. പരിശീലനത്തിലൂടെ ആർക്കും അത് നേടിയെടുക്കാം. കറാമത്ത് കൊണ്ട് കഴിയുന്നതെല്ലാം മാജിക് കൊണ്ട് കഴിയില്ല. ഫലസ്തീനിൽ നിന്ന് ബിൽക്കിസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് 2050 കിലോമീറ്റർ ദൂരമുണ്ട്. അതിന് ധാരാളം പാറാവുകാരുമുണ്ട്. ആ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള സിംഹാസനം ആസഫ് ബിൻ ബർഹിയ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ നിമിഷ നേരം കൊണ്ട് ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചു. മാജിക് കൊണ്ട് ഇത് കഴിയുകയില്ല. ഔലിയാക്കളെ നാം ബഹുമാനിക്കണം. അവരുടെ കറാമത്തുകൾ നാം അംഗീകരിക്കണം. അവരെ നിസ്സാരപ്പെടുത്തൽ കഠിനമായ തെറ്റാണ്. അല്ലാഹു തആല പറഞ്ഞു, എന്റെ വലിയുമായി ശത്രുത കാണിച്ചവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഔലിയാക്കളെ സ്നേഹിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതിന്റെ അർത്ഥം, അറിയുക, അല്ലാഹു തആലയുടെ ഔലിയാക്കൾക്ക് ഭയമോ ദുഃഖമോ ഇല്ല. ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളും അവയുടെ അർത്ഥങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അഭൗതികം, അതിന്റെ അർത്ഥം ഭൗതികമല്ലാത്തത്. ഹുസ്ൻ, ദുഃഖം. ഹർബുൻ, യുദ്ധം. ബിൽഖീസ്, സബയിലെ രാജ്ഞി. ഖൗഫ്, ഭയം. വിരക്തി, മടുപ്പ്. സുഹ്ദ്, ഭൗതിക വിരക്തി. അൽ മുത്തഖി, ഭക്തൻ. മറിയം റളിയല്ലാഹു അൻഹ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ. വലിയുൻ, അല്ലാഹു തആലയുടെ ഇഷ്ടദാസൻ. സുലൈമാൻ അലൈഹിസ്സലാം, ലോകം അടക്കി ഭരിച്ച പ്രവാചകൻ. സക്കരിയ അലൈഹിസ്സലാം, മറിയം ബീവി റളിയല്ലാഹു അൻഹായുടെ മാതൃ സഹോദരിയുടെ ഭർത്താവ്. സുലഭം, ധാരാളം. ആസഫ് ബിൻ ബർഹിയ റളിയല്ലാഹു അൻഹു, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ
സദസ്സിലെ വേദം പഠിച്ച പണ്ഡിതൻ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുൻഷിഉൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കുക. ഇവിടെ നമുക്ക് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ വരുന്നത് പോലെ ഓരോ വാക്യങ്ങൾ നിർമ്മിക്കണം. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. അഭൗതികം, ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന കറാമത്ത് അഭൗതികമാണ്. അടുത്ത വാക്ക് നോക്കൂ, വിരക്തി. ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഭൗതിക വിരക്തി ഉള്ളവരായിരിക്കും. അടുത്ത വാക്ക് നോക്കൂ, സുലഭം. ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. നമ്മുടെ നാട്ടിൽ മഴ സുലഭമായി ലഭിക്കുന്നു. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നംല, നിറയ്ക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് നടുവില് വലിയുൻ എന്ന് കാണാം. അപ്പുറത്ത് നോക്കൂ, ഒരു കോളത്തിൽ നമുക്ക് കാണാം ഭക്തൻ. അതുപോലെ 6 റൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആ റൗണ്ടുകളിൽ നമ്മൾ എന്തെഴുതണം? വലിയുൻ, അവരുടെ വിശേഷണങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ, ഒന്നാമത്തെ കോളത്തിൽ അവർ കൊടുത്തിട്ടുണ്ട് ഭക്തൻ. അടുത്തത് യഥാർത്ഥ വിശ്വാസികൾ, കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവർ, സൂക്ഷ്മതയുള്ളവർ, ഭൗതിക വിരക്തിയുള്ളവർ, അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ, ഭയമോ ദുഃഖമോ ഇല്ലാത്തവർ. അപ്പൊ ഇതുപോലെ നിങ്ങൾ അവിടെ വലിയുൻ, അവരുടെ വിശേഷണങ്ങൾ നിങ്ങൾ ഓരോ വൃത്തങ്ങളിലും നിങ്ങൾ നിറയ്ക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ആരാണ് വലിയ? ഉത്തരം, വലിയ യഥാർത്ഥ വിശ്വാസികളും അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരുമാണ്. രണ്ടാമത്തെ ചോദ്യം, എന്താണ് കറാമത്ത്? അതിന്റെ ഉത്തരം, ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. മൂന്നാമത്തെ ചോദ്യം, ആസഫ് ബിൻ ബർഹിയ റളിയല്ലാഹു അൻഹു ആരാണ്? ഉത്തരം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിലെ വേദം പഠിച്ച പണ്ഡിതനായിരുന്നു ആസഫ് ബിൻ ബർഹിയ റളിയല്ലാഹു അൻഹു. നാലാമത്തെ ചോദ്യം, സുലൈമാൻ നബി അലൈഹിസ്സലാം ആരായിരുന്നു? ഉത്തരം, ലോകം അടക്കി ഭരിച്ച പ്രവാചകനായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. അഞ്ചാമത്തെ ചോദ്യം, ബിൽക്കീസ് രാജ്ഞി ഭരണം നടത്തിയതെവിടെ? ഉത്തരം, സബയിൽ. ആറാമത്തെ ചോദ്യം, മറിയം ബീവി റളിയല്ലാഹു അൻഹായും സക്കരിയ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ബന്ധമെന്ത്? ഉത്തരം, മറിയം ബീവി റളിയല്ലാഹു അൻഹായുടെ മാതൃ സഹോദരിയുടെ ഭർത്താവായിരുന്നു സക്കരിയ അലൈഹിസ്സലാം. ഏഴാമത്തെ ചോദ്യം, കറാമത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം, ഫലസ്തീനിൽ നിന്ന് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് 2050ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. അതിന് ധാരാളം പാറാവുകാരുമുണ്ട്. ആ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള സിംഹാസനം ആസഫ് ബിൻ ബർഹിയ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ നിമിഷ നേരം കൊണ്ട് ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചു. എട്ടാമത്തെ ചോദ്യം, കറാമത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉത്തരം, കറാമത്ത് അഭൗതികമാണ്. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നാൽ മാജിക് അങ്ങനെയല്ല, അതൊരു കലയാണ്. പരിശീലനത്തിലൂടെ ആർക്കും അത് നേടിയെടുക്കാം. കറാമത്ത് കൊണ്ട് കഴിയുന്നതെല്ലാം മാജിക് കൊണ്ട് കഴിയില്ല. തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം നുബയ്യിൻ, വ്യക്തമാക്കാനുള്ളതാണ്. 1. കറാമത്ത്. അതിന്റെ ഉത്തരം നോക്കൂ, ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. കറാമത്ത് അഭൗതികമാണ്. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നാൽ മാജിക് അങ്ങനെയല്ല, അതൊരു കലയാണ്. പരിശീലനത്തിലൂടെ ആർക്കും അത് നേടിയെടുക്കാം. കറാമത്ത് കൊണ്ട് കഴിയുന്നതെല്ലാം മാജിക് കൊണ്ട് കഴിയില്ല. ഫലസ്തീനിൽ നിന്ന് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് 2050ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. അതിന് ധാരാളം പാറാവുകാരുമുണ്ട്. ആ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള സിംഹാസനം ആസഫ് ബിൻ ബർഹിയ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ നിമിഷ നേരം കൊണ്ട് ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചു. മാജിക് കൊണ്ട് ഇത് കഴിയുകയില്ല. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നുബയ്യിൻ, അതിലെ രണ്ടാമത്തത് ഔലിയാക്കളുടെ വിശേഷണങ്ങൾ. അതിന്റെ ഉത്തരം നോക്കൂ, ഔലിയാക്കൾ എന്നൊരു ഹെഡിങ് കൊടുക്കുക. യഥാർത്ഥ വിശ്വാസികളും അല്ലാഹു തആലയുടെ
വിധിവിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ഭൗതിക വിരക്തിയുള്ളവരുമാണ് അവർ. അല്ലാഹു തആലയുടെ ഇഷ്ടദാസന്മാർ. അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ ഔലിയാക്കൾ വിശ്വാസവും ഭക്തിയുമുള്ള അടിമകളാണ്. അറിയുക, നിശ്ചയം അവർ ഭയക്കുകയോ ദുഃഖിക്കുകയോ ഇല്ല. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. തദ്രീബാത്തിലെ 6ാമത്തെ പ്രവർത്തനം നുലാഹിലുൽ ഖരീത്ത, അതായത് മാപ്പ് നിരീക്ഷിച്ച് സബവും ഫലസ്തീനും കണ്ടെത്തുക. അപ്പൊ ഇവിടെ ഞാൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു വയലറ്റ് കളറിൽ നിങ്ങൾക്ക് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് സബ, ഫലസ്തീൻ ഈ 2 സ്ഥലങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ട് അടയാളപ്പെടുത്താനുള്ളതാണ്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.